ഹലോ, നമുക്ക് ചിക്കൻ കുറുമ ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റാണ്. എപ്പോഴും ചിക്കൻ കറിയൊക്കെ കൂട്ടി മടുത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടാ. അപ്പത്തിന്റെയും ബ്രെഡിന്റെയും കൂടെ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വെള്ളയപ്പം, പിന്നെ അതേപോലെ തന്നെ പത്തിരി, ബ്രെഡ്, ആവി കയറ്റിയ ബ്രെഡിന്റെ ഒക്കെ കൂടി ഇത് അടിപൊളി കോമ്പിനേഷൻ ആണ്. പിന്നെ നമ്മൾക്ക് ഇത് എപ്പോഴും കഴിച്ച് മടുത്ത ചിക്കൻ കറിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. പിന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ കടയിൽ നിന്നും പിന്നെ അതേപോലെ തന്നെ കല്യാണത്തിനൊക്കെ പോയി കഴിക്കുന്നതിനേക്കാളും എപ്പോഴും ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഉണ്ടാക്കേണ്ട രീതി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനായിട്ട് എല്ലുള്ള ചിക്കൻ പീസ് വേണം. എല്ലുള്ള ചിക്കൻ പീസും കൊണ്ട് ഉണ്ടാക്കിയാലേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിക്കൻ പീസ് എടുക്കുമ്പോൾ എല്ലുള്ളത് മാത്രം എടുക്കുക. അതൊരു 10-12 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇതേപോലത്തെ ഒരു പാത്രത്തിൽ വേണം നമുക്ക് സവോളയൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കുഞ്ഞ് സവോളയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. 4 കുഞ്ഞ് സവോള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അങ്ങനെ ചട്ടിയിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സവോള നല്ലപോലെ വഴറ്റാം. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് അരിഞ്ഞാണ് ചേർക്കേണ്ടത്. പേസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ ഒരു മസാല നമ്മൾ മിക്സിയിലിട്ട് നമ്മൾ അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ അത് പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഏതായാലും നമുക്ക് സവോള പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നല്ലപോലെ അത് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കത് വഴറ്റിയെടുക്കണം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കണം. അതിൻ്റെ ഇടയിൽ നമുക്കൊരു പണിയുണ്ട്. കാഷ്യൂ കുറച്ചെടുത്തിട്ട് ചൂടുവെള്ളത്തിൽ നമുക്കത് സോക്ക് ചെയ്ത് വെക്കണം. അത് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാനുണ്ട്. അപ്പം ഞാൻ നല്ല ചൂടുവെള്ളമുണ്ട് ഞാൻ എടുത്തേക്കണത്. കാരണം എനിക്ക് ടൈമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. അതുകൊണ്ട് നല്ല ചൂടുവെള്ളമാണ് ഞാൻ തൊട്ട് ഒഴിച്ചു കൊടുത്തേക്കണത്. അത് കഴിഞ്ഞത് കുതിർന്ന് വന്നതിന് ശേഷം നമുക്കിനത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. അത് അരച്ചിട്ട് നമുക്കതവിടെ മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് അരമുറി തേങ്ങയും കൂടെ വേണോട്ട് ഇതിനകത്ത്. തേങ്ങാപ്പാൽ എടുക്കാനാണ്. അരമുറി തേങ്ങ ചിരകിയതിൻ്റെ മുഴുവനും വേണം നമുക്ക് പാലുണ്ടാക്കാനായിട്ട്. അപ്പോൾ 1-ാം പാലും 2-ാം പാലും നമുക്ക് വേണം. അപ്പോൾ 1-ാം പാലും 2-ാം പാലും ഞാൻ 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ആ ചെറിയ പാത്രത്തിലുള്ളതാണ് 1-ാം പാല്, വലിയ പാത്രത്തിലുള്ളത് 2-ാം പാലാണ്. ഈ മിക്സിയുടെ ജാറിൽ ഒഴിച്ചേക്കുന്നത് സവോളയുടെ പേസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ ഞാൻ കാഷ്യൂവിൻ്റെ പേസ്റ്റ്, ഇതെല്ലാം കൂടിയാണ് മിക്സിയുടെ ജാറിൽ ഞാൻ വെച്ചേക്കുന്നത്. അങ്ങനെ ഇതെല്ലാം നമുക്ക് എടുത്ത് റെഡിയാക്കി വെക്കണം. കാരണം നമ്മുടെ സവോള പേസ്റ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഏകദേശം നമ്മുടെ പണി കഴിഞ്ഞ്. അതിൻ്റെ ഇടയിൽ നമുക്ക് കാഷ്യൂം പിന്നെ അതേപോലെ തന്നെ പച്ചമുളക്, ഒരു 3-4 പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 മതി. എൻ്റെ എരിവുള്ള പച്ചമുളകാണ്. അങ്ങനെ പച്ചമുളകും കാഷ്യൂം കൂടെ ഞാൻ നല്ലപോലെ സൺഫ്ലവർ ഓയിലിൽ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റത്തേക്ക് മതി കിട്ടാം. സവോള വഴറ്റിയ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം പാത്രം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇച്ചിരിക്കോളം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പച്ചക്കിടരുത്. പച്ചക്കെടുത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മസാലക്കുത്തായിരിക്കും. അതുകൊണ്ട് ഇതേപോലെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് വേണം എടുക്കാനായിട്ട്. അങ്ങനെ വളരെ കുറച്ച് പൊടികൾ മാത്രം മതി കിട്ടാം. മുളക് പൊടി ഇതിനകത്ത് ചേർക്കുകയും ചെയ്യരുത്. ടേസ്റ്റും പോകും, പിന്നെ ഇതിൻ്റെ കളറും പോകും. ഇത് ചിക്കൻ കുറുമ അല്ലാതെ ആയിപ്പോവും. അതുകൊണ്ട് മുളക് പൊടി ചേർക്കുകയും ചെയ്യരുത്. പിന്നെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചത് ഇതിൻ്റെ ഉള്ളിലിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഈ പാത്രത്തിൻ്റെ ഉള്ളിലിട്ട് നല്ലപോലെ മൂപ്പിച്ച് എടുത്തതിന് ശേഷമാണ് ഇനി നമുക്ക് അടുത്ത ഐറ്റംസുകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അതിക്ക് മുൻപായിട്ട് നമ്മൾ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയിട്ട് അതിനകത്ത് ഉണ്ടാവുമല്ലോ കുറച്ച് തേങ്ങയുടെ അല്ല നമ്മുടെ സവോളയുടെ അരപ്പിൻ്റെയൊക്കെ കുറച്ച് അതിനകത്ത് ഉണ്ടാവും. മിക്സി കഴുകിയിട്ട് നമുക്ക് ആ ഒരു അരപ്പൊന്നും നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ നമ്മൾ ഇപ്പോഴും ചേർത്തിട്ടില്ല. 1-ാം പാലും ചേർത്ത് കൊടുത്തിട്ടില്ല, 2-ാം പാലും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു മസാലയിലാണ് നമ്മൾ ചിക്കൻ വേവിക്കുന്നത്. ചിക്കൻ ഫുള്ളായിട്ട് വേവിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാലൊക്കെ ഒഴിച്ച് കൊടുക്കുകയുള്ളൂ. അത് നമ്മൾ ചിക്കൻ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ വേവിക്കുന്നുണ്ട് ചിക്കൻ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് പിന്നെ അതേപോലെ തന്നെ ഗ്രാമ്പൂ, പിന്നെ ഏലക്ക, ഇതെല്ലാം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. ഒരുപാട് മസാല ഐറ്റംസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുറുമക്കറിയുടെ ടേസ്റ്റേ പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൊടികൾ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ചിക്കൻ ഒരു ഹാഫ് വെന്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നത് 2-ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാൽ നമുക്ക് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ 2-ാം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തുറന്ന് വെച്ചിട്ട് വേണം നമുക്കിത് വറ്റിച്ച് കുറുക്കി എടുക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാഷ്യൂ അരച്ച് വെച്ചതിൻ്റെ പേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു കുറുമക്കറി നല്ലപോലെ കുറുകി വരും കേട്ടോ. നന്നായിട്ട് കുറുകി വരും. കുറുകി വന്നതിന് ശേഷം കുറച്ച് ഗരം മസാല, ഞങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ആ ഒരു ഗരം മസാലയും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം എരിവിന് വേണ്ടിയിട്ട്. പിന്നെ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കില്ല. പച്ചമുളക് ഞാൻ ലാസ്റ്റ് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അവസാനം ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ക്ലിപ്പ് ഞാൻ വിട്ടുപോയിന്ന് തോന്നുന്നു എടുക്കാനായിട്ട്. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കാഷ്യൂം പിന്നെ അതേപോലെ തന്നെ മുളകും കൂടെയും വറുത്തതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട്. അങ്ങനെ ബ്രെഡിൻ്റെ കൂടെയാണ് കേട്ടോ ഞാനിത് കഴിക്കണത്. സൂപ്പർ ടേസ്റ്റാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ കറിയൊക്കെ മാറി നിൽക്കും ഈ ഒരു കുറുമയുടെ മുമ്പിൽ. അടിപൊളി കുറുമയാണ് ചിക്കൻ കുറുമ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.